ഹായ് ഹലോ, ഞാൻ ചെടികൾക്ക് ഉപയോഗിക്കുന്ന വളങ്ങളെക്കുറിച്ച് പറഞ്ഞുതരാം. എൻ്റെ ചെടികളൊക്കെ അത്യാവശ്യം നല്ല പൂത്ത് നിൽക്കുന്നുണ്ട്. അതിന് ഞാൻ ഉപയോഗിക്കുന്ന വളങ്ങൾ ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതെന്താണെന്നറിയാവോ? ഉള്ളിയുടെ തൊലിയും മുട്ടത്തോടും തേയിലച്ചണ്ടിയും കൂടെ പൊടിച്ചതാണ്, മിക്സിയിൽ പൊടിച്ചതാണ്. നല്ലതായിട്ട് പൊടിഞ്ഞു കിട്ടും മിക്സിയിൽ പൊടിച്ചാലും. ഇത് നമ്മൾ കുറച്ചൊന്ന് ചെടികൾക്ക് ഇട്ട് കൊടുത്താൽ നന്നായിട്ടത് വളർന്നു കിട്ടും. ഇത് ചെടികൾക്ക് നല്ലൊരു വളമാണ് കേട്ടോ. ഇത് ചെടികളൊക്കെ മേൽമണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് വേരൊന്നും പൊട്ടിപ്പോകാതെ ഒന്ന് ഇറക്കി കൊടുത്തിട്ട് ഇട്ട് കൊടുത്താൽ ചെടികൾക്ക് നല്ല പ്രയോജനപ്പെടുന്ന ഒരു വളമാണ് ഇത്. പിന്നെ ഇത് കേട്ടോ, ഇതെന്താണെന്നറിയാമോ? DAP, ഡൈ അമോണിയം ഫോസ്ഫേറ്റ്. ഇതും ചെടികൾക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്താൽ ഇത് നല്ല പൂക്കാൻ നല്ലതാണ് കേട്ടോ. ഈ ചെടികൾ നല്ല പൂക്കും. ഈ വളം ഇട്ട് കൊടുത്താൽ ചെടികളൊക്കെ നന്നായി പൂത്ത് കിട്ടും. ഇത് ചെടികളൊന്ന് നനച്ചു കൊടുക്കണം. വൈകുന്നേരങ്ങളിൽ ഇടുന്നതാണ് നല്ലത്. ചെടികൾ ആദ്യം ഒന്ന് നനച്ചു കൊടുത്തിട്ട് ഇതിൽ കുറേശ്ശെ എടുത്തിട്ട് ചുറ്റിനും തണ്ടിൽ തട്ടാതെ ചുറ്റിനും ഇട്ട് കൊടുത്താലും ഇത് നല്ല പൂക്കൾ ഉണ്ടാകാൻ നല്ലൊരു വളമാണ്. പിന്നെ ഇത് കണ്ടോ, ഇതാണ് NPK 19-19-19. നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും അടങ്ങിയതാണിത്. ഇത് ചെടികളുടെ വളർച്ചയെ കൂട്ടുന്ന ഒരു വളമാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതൊരു 5 ഗ്രാം എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടികൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ, ഇത് ചെടികൾ സ്പ്രേ ചെയ്യാൻ മാത്രമല്ല ചുറ്റിനും വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുത്താലും ചെടിയുടെ വളർച്ചയെ കൂട്ടുന്ന ഒരു വളമാണത് NPK. അതും ചെടികൾക്ക് നല്ലതാണ് കേട്ടോ. പിന്നെ ഞാൻ കൊടുക്കുന്നതാണ്, പിന്നെ ഇത് കണ്ടോ, ഇത് സാഫ്. ഇത് ചെടികൾക്ക് പുഴുശല്യം ഉണ്ടാകാതിരിക്കാൻ സഹായിക്കുന്ന ഒരു വളമാണ് സാഫ്. ഇതും വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്താൽ പിന്നെ ചീയത്തില്ലേ, വേരുകളൊക്കെ ചീയുന്നത് തടയും ഇത്. പിന്നെ നമ്മൾ പോട്ടി മിക്സ് റെഡിയാക്കില്ലേ ചെടികളൊക്കെ നടാൻ, ആ പോട്ടി മിക്സിൻ്റെ കൂടെ മണ്ണും മണലും ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്യുമ്പം അതിൻ്റെ കൂടെ ഇതുകൂടെ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നടുവാണേലും വേര് ചീഞ്ഞു പോകാതെ ചെടികൾ നല്ല പുഷ്ടിയോടെ വളരും. പിന്നെ ഇതാണ് മിറാക്കിൾ 20. ഇതുണ്ടല്ലോ, ഇത് ഒരു അത്ഭുത മരുന്നാണ്. മിറാക്കിൾ, എൻ്റെ പേര് പോലെ തന്നെ ഒരു അത്ഭുത വളമാണിത് കേട്ടോ. ഇതെന്തിനാണെന്നറിയാവോ? ഇത് നമ്മൾ പൂക്കാതെ നിൽക്കത്തില്ലേ, നമ്മുടെ ചെടികളൊക്കെ ചിലപ്പോൾ നമ്മൾ എത്ര വളം കൊടുത്താലും പൂക്കാതൊക്കെ നിൽക്കത്തില്ലേ, ആ ചെടികളിൽ കുറേശ്ശെ നമ്മൾ വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുത്താൽ ഇത് നല്ല ചെടികൾ പൂക്കാൻ നല്ലതാണ്. എൻ്റെ ബ്രൈഡൽ ബൊക്കയും ക്യാറ്റ്സ് ക്ലോ ഒക്കെ ഉണ്ടല്ലോ, കുറച്ച് നാൾ പൂക്കാതെ നിൽക്കുകയാണ്, വളർന്നിട്ടും നല്ല പൂ തരുന്നില്ലായിരുന്നു. അപ്പം ഞാനിതൊരു വീഡിയോയിൽ കണ്ടിട്ട് ഈ മിറാക്കിൾ 20 ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു നോക്കി. 15 ദിവസം കൂടുമ്പോൾ വെള്ളത്തിൽ കലക്കി ഞാൻ സ്പ്രേയും ചെയ്തു ചുവട്ടിൽ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഉണ്ടോ, നല്ല പൂവുണ്ടായി. എനിക്ക് ബ്രൈഡൽ ബൊക്കയിലും നിറയെ പൂവുണ്ടായി, ക്യാറ്റ്സ് ക്ലോയിലും പൂവുണ്ടായി. അങ്ങനെ ഇത് നല്ലൊരെണ്ണമാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് ഈ മിറാക്കിൾ 20 അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ പൂക്കൾ കിട്ടുമല്ലോ നമുക്ക്. പിന്നെ നീം ഓയിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. നീം ഓയിൽ വെള്ളത്തിൽ കലക്കി ചെടികളൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ പുഴുശല്യങ്ങളും ഇല ചുരുളുന്ന അസുഖങ്ങളൊക്കെ ഇല്ലേ, റോസയിലൊക്കെ ഇല മുരടിക്കത്തില്ലേ, അതൊക്കെ ഈ നീം ഓയിലും പിന്നെ വെളുത്തുള്ളിയും ലിക്വിഡിലെ നമ്മൾ വിമ്മും പ്രില്ലും ഒക്കെ ഇല്ലേ, ലിക്വിഡ് പാത്രം കഴുകുന്നത്, അതൊക്കെ ചേർത്ത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ മുരടിച്ചയും പുഴുശല്യം അതൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഞാനിന്ന് എൻ്റെ ചെടികൾക്ക് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണേ.